വീടുകളിലെ അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീ ഇനി QR കോഡ് സ്കാൻ ചെയ്തടയ്ക്കാം. സംസ്ഥാനത്തെ 14 മുനിസിപ്പാലിറ്റികളിലും 15 ഗ്രാമപഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ബുധനാഴ്ച ഈ സംവിധാനം നിലവിൽ വരും. അടുത്ത ഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും. നിലവിലുള്ള ഹരിതമിത്രം ആപ്പിനെ പരിഷ്കരിച്ചാണ് പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തിയത്. ഒരു വാർഡിൽ നിന്നുള്ള മാലിന്യം ഏത് MCFൽ സൂക്ഷിക്കുന്നു, എവിടേക്ക് കൊണ്ടുപോകുന്നു, ഒരു വാർഡിൽ നിന്ന് പ്രതിമാസം എത്ര രൂപ യൂസർ ഫീ കിട്ടി, ഹരിതകർമ്മസേന എത്താത്ത വാർഡുകളുണ്ടോ തുടങ്ങിയ വിവരങ്ങളെല്ലാം ആപ്പിൽ ലഭിക്കും. UPI സംവിധാനത്തോടെ ഫീസ് അടയ്ക്കുകയും അടച്ചതിന്റെ തത്സമയ സന്ദേശവും രസീത് ഡൗൺലോഡും ലഭ്യമാകും. നിലവിൽ ഫീസ് വാങ്ങിയ ശേഷം വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകിയിട്ടുള്ള കാർഡിൽ എഴുതുകയാണ് ചെയ്യാറുള്ളത്. ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീയുടെ കാർഡുണ്ടെങ്കിലേ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കുകയുള്ളൂ. ഹരിതകർമ്മസേനക്കാരെ ബന്ധപ്പെടാനുള്ള നമ്പറും സന്ദേശം അയക്കാനുള്ള സംവിധാനവും ആപ്പിലുണ്ട്. അതിർത്തി ജില്ലകളിലുള്ളവരുടെ സൗകര്യത്തിന് തമിഴ്, കന്നഡ ഭാഷകളിൽ ആപ്പ് തയ്യാറാക്കുന്നതും പുരോഗമിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ അടുത്ത മാലിന്യ ശേഖരണം ഏത് ദിവസമാണ്, എത്ര മണിക്കാണ് എന്നിവയും എത്തുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തും. ഫീസ് നൽകാത്തവരിൽ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞാൽ പിഴ ഈടാക്കാൻ നിയമമുണ്ട്. എന്നാൽ അവരെ കൃത്യമായി കണ്ടെത്താൻ കഴിയാറില്ല. ഹരിതമിത്രം 2.0യിൽ ഫീസ് വിവരം ലഭ്യമാക്കുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കൽ എളുപ്പമാവുകയും യൂസർ ഫീ പിഴത്തുക കെട്ടിട നികുതി കുടിശ്ശികയായി കണക്കാക്കുകയും ചെയ്യാം. സ്മാർട്ടിലെ ഡോർ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം യൂസർ ഫീ കൃത്യമായി നൽകുന്നുവെന്ന് ഉറപ്പാക്കാം. ഇതോടെ ഹരിതകർമ്മസേന എത്തുമ്പോൾ മുൻവാതിലിൽ എത്തി നോക്കി പിൻവാതിലിലൂടെ മുങ്ങുന്നവർക്കും പണി കിട്ടും.